ഈ ഒരു പണിതേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല സ്പെക്ക് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഏകദേശം 1,00,000 രൂപയുടെ പൊക്കത്താണ് ഈ വണ്ടിയുടെ പ്രൈസ്. അതുപോലെ തന്നെ ഇതിൽ ഒരു 2 hours ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 45 to 1 hour നമുക്ക് ബാക്കപ്പ് കിട്ടും ഈ ഒരു വണ്ടിയുടെ ക്രോളിങ്ങിന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മാക്സ് ഗ്രാപ്പർ ടയേഴ്സും പിന്നെ അതുപോലെ തന്നെ ബൂം റേസിംഗ് അലുമിനിയം വീൽസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രൈസും ഏകദേശം 8,000 രൂപയാണ് വരുന്നത്. ഓക്സിലറി ലാംപ്സ് വെക്കാൻ പറ്റും. അങ്ങനെ ടയർ നമുക്ക് അപ്സൈസ് ചെയ്യാം, കുറച്ചുകൂടെ ക്രോളിംഗ് എഫിഷ്യൻ്റ് ആകാൻ വേണ്ടി ടയർ അപ്സൈസ് ചെയ്യാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വണ്ടി റിവീൽ ചെയ്യാനാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഒരു RC വണ്ടിയാണ്, RC കാറാണ്. അപ്പം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു SUV അല്ലെങ്കിൽ ഒരു ക്രോളറാണെന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് വണ്ടി ഒന്ന് റിവീൽ ചെയ്താലോ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. ഇത് LC70 ആണ്, ഒരു RC ക്രോളറാണ്. അപ്പം നമ്മൾ ഇത് മേടിച്ചേക്കുന്ന മൂവാറ്റുപുഴയിലെ സർഫ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ നിന്നാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടാണ് ഈ വണ്ടി ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പക്കാ സ്കെയിൽ ലുക്കാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നല്ല ഹാർഡ് ബോഡിയാണ്. അപ്പം നമുക്ക് ഇപ്പം ക്രോളിങ്ങിനാണെങ്കിൽ പോലും പോകുമ്പോഴും വീണാലും എനിക്കൊന്നും അത്രയും ഡാമേജസ് ഒന്നും വരത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഒരു RC 4-wheel ഡ്രൈവിൻ്റെ ഒരു ക്രോളറാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്കും എല്ലാം നോക്കിയാൽ പോലും നല്ല പക്ക ഒറിജിനൽ വണ്ടി എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹോബി ഹബ് ദുബായ് ആണ് ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയേഴ്സും ബാക്കിയെല്ലാം കാര്യങ്ങളും നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിയിലാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വണ്ടിയുടെ ഒന്ന് പക്ക ഒരു സിനിമാറ്റിക് വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതുപോലത്തെ RC കാർസൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യക്ക് വെളിയിലുള്ള പല ആമസോൺ സൈറ്റ്സിലും ഈ RC കാർസ് അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചീപ്പായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന FMS ആണ്. FMS എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പ്രൈസിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങിൽ അടിപൊളി വണ്ടി കിട്ടും. ഈ ഒരു പണിതേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല സ്പെക്ക് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഏകദേശം 1,00,000 രൂപയുടെ പൊക്കത്താണ് ഈ വണ്ടിയുടെ പ്രൈസ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്രോളിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒറിജിനൽ ഒരു ഓഫ് റോഡിങ് വണ്ടി എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ പുറത്ത് കൺട്രീസിലൊക്കെ ആൾക്കാർ ട്രെക്കിങ്ങിന് പോകുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ ഓഫ് റോഡ് ക്രോളിങ്ങിന് പോകാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലിപ്പം ട്രെൻഡ് ആവാൻ പോകുന്നൊരു സംഭവമാണ് ഓഫ് റോഡ് ക്രോളിങ്. അപ്പം നമ്മൾ ട്രെക്ക് ചെയ്യുന്ന പോലെ തന്നെ RC കാർസുമായിട്ട് പോയിട്ട് മലകളുടെ പൊക്കത്ത് അല്ലെങ്കിൽ മലകളിലൂടെ കുറേ 5-6 വണ്ടികളൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ക്രോൾ ചെയ്ത് പോകുന്നത് അത് വേറൊരു ഫീൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു 2 hours ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 45 to 1 hour നമുക്ക് ബാക്കപ്പ് കിട്ടും ഈ ഒരു വണ്ടിയുടെ ക്രോളിങ്ങിന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യനെ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺസോൾസും ബാക്കി ഇൻറ്റീരിയേഴ്സ് എല്ലാം കറക്റ്റ് ഒറിജിനൽ വണ്ടീനെ ഇൻസ്പയർ ചെയ്താണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കില്ലർ ബോഡിയുടെ ബോഡി ആയതുകൊണ്ട് അത്യാവശ്യം ഇതിൻ്റെ ബോഡിക്ക് നല്ല സ്ട്രോങ് ആണ്, നല്ല ക്വാളിറ്റി ആൻഡ് ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് നോക്കിയാലും നല്ല രീതിയിലാണ് ഇവർ ഡീറ്റെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ടയേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ വണ്ടിക്ക് ടയേഴ്സ് എത്രയാണ് സാധാരണ ഒരു വണ്ടിക്ക് വരുന്നത് 10,000 രൂപയല്ലേ. അതുപോലെ തന്നെ ഈ ഒരു 4-5 ടയേഴ്സ് ഈ വണ്ടിയുടെ മേടിക്കുമ്പോൾ ഏകദേശം ഒരു 15,000 to 20,000 റുപ്പീസോളം വരാറുണ്ട്. അതുപോലെ തന്നെ ഹോബി വിങ്ങിൻ്റെ 1080 ESC ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയേഴ്സ് മാക്സ് ഗ്രിപ്പറിൻ്റെ ബൂം റേസിംഗ് ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അലുമിനിയം അലോയ്സ് ആണ് ഇതിൽ നമ്മൾ വണ്ടിക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ പക്ക പെർഫെക്ഷൻ കാണാൻ പറ്റും. കറക്റ്റ് ഒരു ഒറിജിനൽ വണ്ടിയുടെ റിമ്മ് പോലെയാണ് ഈ വണ്ടിയുടെ റിമ്മ് നോക്കിക്കഴിഞ്ഞാലും നല്ല പക്ക ഡീറ്റെയിലിംഗ് ആണ്. ആകെപ്പാട് ഈ ഒരു വണ്ടിയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം ഡീറ്റെയിൽ ആയിട്ട് നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള വണ്ടി ക്രോളിങ്ങിന് കൊണ്ടുപോയിട്ട് പൊക്കത്തുനിന്ന് മറിഞ്ഞ് വീഴുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സങ്കടം ഉണ്ടല്ലോ, അതാണ് ഈ ഒരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്. കാരണം ബാക്കിയെല്ലാം പക്കയാണ്. കിടിലൻ റിമോട്ടാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയേക്കുന്നത്. നമുക്ക് റിമോട്ട്സ് ആണെങ്കിലും ഈ വണ്ടിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന FS GT3Bയുടെ ഒരു റിമോട്ടാണ്. അതുപോലെ തന്നെ കുറേ അധികം ചാനൽസും സ്പെസിഫിക്കേഷൻസും എല്ലാം ഈ റിമോട്ടിലുണ്ട്. എനിക്ക് കറക്റ്റ് എന്താണെന്ന് പോലും അറിയത്തില്ല, കാരണം കുറേ സ്വിച്ചസ് ഉണ്ട് ഇതിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചാനൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന് ഹൈ സ്പീഡിൽ പോകാനും ലോ സ്പീഡിൽ ക്രോളിങ്ങിന് വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടിയും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഇവിടെ പവർ സ്വിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ട്.
എനിക്കൊന്ന് ലൈറ്റ് കൺട്രോൾ ചെയ്യാനും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ചാനൽ കൺട്രോൾ ചെയ്യാനും കുറേ മോഡൽ നമ്പേഴ്സിൻ്റെ ഇതൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം ഇത് ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് സഫലമായിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു RC ക്രോളർ ഹോബി ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇതിൻ്റെ ആ ഒരു സ്കെയിൽ ലുക്ക് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് വണ്ടിയിൽ. അതുപോലെ തന്നെ ഒരു ഡ്രൈവറിനെയും ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ കില്ലർ ബോഡിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായ ഡീറ്റെയിലിംഗ് നമുക്ക് ആ ഒരു ബോഡിയിൽ കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ പ്രത്യേകത ഇതിൻ്റെ ഡീറ്റെയിലിംഗും പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ ഹെഡ്ലൈറ്റിൻ്റെ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഹെഡ് ലാമ്പ്സും എല്ലാമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഇതിൻ്റെ ടൊയോട്ടയുടെ ബാഡ്ജിങ്ങും ഭയങ്കര രസമാണ് കാണാൻ തന്നെ. ഒരു ഹോബി ഗ്രേഡ് RC ക്രോളർ യൂസ് ചെയ്യുമ്പോൾ എത്രമാത്രം ചിലവാണ്, ഇതിൻ്റെ പ്രൈസിങ് എത്രയാണെന്നല്ലേ. ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 80,000 രൂപയാണ്. കാരണം നമ്മളിത് മോഡിഫൈ ചെയ്തിരിക്കുന്നത് ഹോബി ഹബ് ദുബായിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മാക്സ് ഗ്രാപ്പർ ടയേഴ്സും പിന്നെ അതുപോലെ തന്നെ ബൂം റേസിംഗ് അലുമിനിയം വീൽസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രൈസും ഏകദേശം 8,000 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മോട്ടർ ഹോംലെസ് ഹോബീസിൻ്റെ മോട്ടേഴ്സും പിന്നെ അതുപോലെ തന്നെ ഹോബി വിങ് 1080യുടെ ESC ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു കൗതുകം കാണും, ഈ ഒരു വണ്ടി എവിടെ നിന്നാണ് മേടിക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോബി ഗ്രേഡ് ക്രോളർ സ്വന്തമാക്കാൻ ഏകദേശം 26,000 മുതൽ ലക്ഷങ്ങളുമുണ്ട് പ്രൈസിങ്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു 26,000 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള FMSൻ്റെ ഹോബി ഗ്രേഡ് RC ക്രോളർ സ്വന്തമാക്കാൻ പറ്റും. മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ടൊരു മല കയറുമ്പം ശരിക്കും ഒരു ഒറിജിനൽ വണ്ടി എങ്ങനെയാണോ മല കയറുന്നത് ആ ഒരു പെർഫോമൻസാണ് കിട്ടുന്നത്. അതും നമ്മളൊരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഒരു ഫീലും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ കുറച്ച് അടിപൊളി മോഡിഫിക്കേഷൻ ചെയ്യാൻ പ്ലാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് വണ്ടി അടിപൊളിയാക്കാം. അപ്പോൾ നമ്മുടെ ബിബിൻ ചേട്ടനാണ് ഈ വണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പം ചേട്ടാ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്? ഇത് അത്യാവശ്യം ഇത് കില്ലർ ബോഡിയാണ് ചെയ്തിരിക്കുന്നത്. കില്ലർ ബോഡിയുടെ LCയുടെ കില്ലർ ബോഡിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇത് സ്കെയിൽ ലുക്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല ബോഡി ഷെല്ലാണ്. ഓക്കെ. പിന്നെ ഈ ടയേഴ്സ് അലോയ്സ് ഇതെല്ലാം നല്ല സ്പെക്ക് തന്നെ ചെയ്യും. നല്ല ഒരു ഹാർഡ് ബോഡി ആയിരിക്കും ഈ കില്ലർ. അതെ, ഹാർഡ് ബോഡി. അതായത് ഡീറ്റെയിലിംഗ് കൂടുതലായിരിക്കും ഹാർഡ് ബോഡി. ഈ വണ്ടിക്ക് ABS പ്ലാസ്റ്റിക് വരുന്ന ബോഡി ഉണ്ട്, മറിഞ്ഞു വീണാലും ഒന്നും പറ്റാത്ത വരുന്ന ക്രോളേഴ്സ്. ഡീറ്റെയിലിംഗ് ഡീറ്റെയിലിംഗ് കുറവായിരിക്കും. അതേസമയം ഈ ഹാർഡ് ബോഡി ഷെല്ല് വരുമ്പോഴത്തേക്ക് ഡീറ്റെയിലിംഗ് കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ അതിന്റെ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. ഹോബി വിങ്ങിന്റെ ഇലക്ട്രോണിക്സും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് നമുക്ക് ശരിക്കും ഒരു റൂഫ് റാക്ക് പോലെയോ ഓഫ് റോഡ് സ്പെക്കിലേക്ക് റൂഫ് റാക്ക് ചെയ്യാം. ബാക്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും ക്യാരി ചെയ്യാവുന്ന ബോക്സുകൾ വെക്കാം, ഓക്സിലറി ലാംപ്സ് വെക്കാൻ പറ്റും. അങ്ങനെ ടയർ നമുക്ക് അപ്സൈസ് ചെയ്യാം, കുറച്ചുകൂടെ ക്രോളിംഗ് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി ടയർ അപ്സൈസ് ചെയ്യാം. പിന്നെ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം വണ്ടി കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആവും ക്രോളിംഗ്. ശരിക്കും ഇത് ഇപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക പെട്ടെന്ന് മറിയുമ്പോൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാർട്സോ അല്ലെങ്കിൽ ഇത് ചില സാധനങ്ങളൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ മേടിക്കാം. അക്സസറീസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞിട്ടായിരിക്കും താമസം ഉണ്ടാകും. അല്ലെങ്കിൽ പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതിൻ്റെ എല്ലാം കില്ലർ ബോഡിയുടെ എല്ലാ അക്സസറീസും നമുക്ക് സ്പെയർ വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിനകത്ത് പെർഫോമൻസിൽ നമുക്ക് കൂടെ ഇനി സെർവോ അപ്ഗ്രേഡ് ചെയ്യണോ? ഇപ്പം നിലവിൽ ഇതിന് വന്നേക്കുന്നതെല്ലാം നല്ല ടോപ്പായിട്ടുള്ള സാധനം തന്നെ വന്നേക്കുന്നത്. നിലവിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ ആ സൈഡ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ചെയ്യേണ്ടത് നമുക്ക് ടയറും സസ്പെൻഷനും മാത്രം ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ക്രോളിംഗ് നല്ല ഇതായിരിക്കും. പിന്നെ ഈ ബാലൻസിങ് അല്ലെങ്കിൽ മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി സസ്പെൻഷൻ ചെയ്ത് കഴിയുമ്പം ഇതിപ്പോൾ ലീഫും സ്പ്രിങ്ങും കൂടെ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആർട്ടിക്കുലേഷൻ ഇല്ലാതെ വരുന്നത്. സസ്പെൻഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് മറിഞ്ഞു വീഴാത്ത രീതിയിൽ തന്നെ ക്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ലൈറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്സിലറി ലാംപ്സോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്സിലറി ലാമ്പ് കൊടുക്കാം, ലൈറ്റ് കിറ്റ് കയറ്റാം, സൗണ്ട് മോഡ്യൂൾ കയറ്റാൻ പറ്റും. ഓക്കെ. ആ സൗണ്ട് മോഡ്യൂൾ ഒന്ന് ചെയ്താലെന്ന് ആലോചിക്കുക. അതായത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രക്കിൻ്റെ ഒരു സൗണ്ട് കിട്ടുന്ന രീതിയിലൊന്ന് അപ്ഗ്രേഡ് ചെയ്താലെന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പം നമുക്ക് ശരിക്കും വണ്ടി ട്രാവൽ ചെയ്യുന്ന മീൻസ് മൂവ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരൊച്ച കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ബിബിൻ ചേട്ടനോട് പറഞ്ഞ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സൗണ്ട് അപ്ഡേഷൻ ആയിരിക്കും ചെയ്യാൻ പോകണം. ഈ വണ്ടിയിൽ ശരിക്കും ഒരു ട്രക്കിന് പോകുന്ന രീതിയിൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ വേറെ ഒന്നും എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു. ഇതിൽ അത്രയൊക്കെ ചെയ്യുള്ളൂ, കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ഭാഗം കൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ നല്ല സ്പെക്കിൽ തന്നെ ചെയ്തിരിക്കും. ഓക്കെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ അടിപൊളി ക്രോളേഴ്സുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പം എന്തായാലും കാണാം.